യുക്രൈൻ യുദ്ധത്തിൽ വീണ്ടും ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുന്നു. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ വൈകാതെ ചർച്ച നടക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അതേസമയം ഇന്ന് വൈറ്റ് ഹൗസിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വ്ളാദിമിർ സെലൻസ്കിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നതിന് മുന്നോടിയായാണ് ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഡൊണാൾഡ് ട്രംപ് 2 മണിക്കൂറോളം ഫോണിൽ ചർച്ച നടത്തിയത്. യുക്രൈൻ വിഷയത്തിൽ അലാസ്കയിലെ ആങ്കറേജിൽ ഓഗസ്റ്റ് 15-ന് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇതാദ്യമായാണ് ഇരുവരും തമ്മിലെ സംസാരം. ഗസയിൽ വെടിനിർത്താനായത് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിലേക്ക് നയിക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്ന ട്രംപിന്റെ പ്രതികരണം. 2 ആഴ്ചയ്ക്കുള്ളിൽ താനും പുടിനുമായി ഹംഗറി തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ കൂടിക്കാഴ്ച നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി. യുക്രൈന് കൂടുതൽ സൈനിക സഹായം ആവശ്യപ്പെട്ടാണ് ഇന്ന് സെലൻസ്കി ട്രംപിനെ കാണുന്നത്. റഷ്യയിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെക്കുന്നതിന് അമേരിക്കൻ നിർമ്മിത ദീർഘദൂര ടോമോഹോക്ക് മിസൈലുകൾ സെലൻസ്കി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ടോമോഹോക്ക് മിസൈലുകൾ യുക്രൈന് നൽകുന്ന കാര്യം പരിഗണിച്ചേക്കുമെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ യുക്രൈന് ടോമോഹോക്ക് മിസൈലുകൾ നൽകുന്നത് സമാധാന ശ്രമങ്ങളെ അപകടത്തിലാക്കുമെന്ന് പുടിൻ പ്രതികരിച്ചിരുന്നു. ടോമോഹോക്ക് മിസൈലുകളെ പറ്റിയുള്ള സംഭാഷണമാണ് റഷ്യയെ ചർച്ചകളിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിച്ചതെന്ന് സെലൻസ്കി പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.